എല്ലാവർക്കും നമസ്കാരം. ഇത് കുറച്ച് മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളിവിടെ സരസ് മേള ഉണ്ട്. അപ്പം അതിന് ഞാനും മോളും കൂടി പോയതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എടുത്തു വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനത് നിങ്ങളെയും കാണിക്കാമെന്ന് വെച്ചാൽ അവിടെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് മോള് ഒരു നൂഡിൽസ് ചിക്കൻ കഴിച്ചു. ഇതാണ് ഇന്ത്യൻ ഫുഡ് കോർട്ടാണ്. അവിടെ എല്ലാ സംസ്ഥാനത്തിൻ്റെയും ഭക്ഷണങ്ങൾ കിട്ടും. അതുപോലെ എല്ലാ സംസ്ഥാനത്തിൻ്റെയും ഇതും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാധനങ്ങളെല്ലാം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. എല്ലാം കുടുംബശ്രീ നടത്തുന്നതാണ്. ചാലശ്ശേരി ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ അവിടെയാണ് ഈ മേള നടക്കുന്നത്. അവിടുത്തെ അമ്പലത്തിന് മുറ്റത്താണ് മേള നടക്കുന്നത്. അപ്പോൾ വണ്ടിയൊക്കെ ഒരുപാട് ദൂരം പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് നടന്നിട്ട് വേണം വരാൻ. അപ്പോൾ ഞങ്ങളുടെ വണ്ടി അവിടെ വെച്ചു. എന്നിട്ട് ഞങ്ങൾ നടന്നിട്ടാണ് കേട്ടോ അമ്പലപ്പറമ്പ് വരെ നടക്കണം. അവിടുന്ന് ഒരു സൈഡിൽ ഭക്ഷണമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ എക്സിബിഷൻ നടത്തുന്നുണ്ട്. അത് എല്ലാ സംസ്ഥാനത്തിൻ്റെ ഉണ്ട്. നമ്മൾക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം. അത്യാവശ്യം വിലയുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാറ്റിൻ്റെയും റേറ്റൊക്കെ ചോദിച്ചു. ഒന്നും വാങ്ങിയതൊന്നുമില്ല. എല്ലാം കണ്ട് പോകുന്നു മാത്രം. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. പാത്രങ്ങൾ, ചെടികൾ, മുറം, കൊട്ട, മരത്തിൻ്റെ ചിരട്ടടക്ക തവി, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. സോപ്പ്, ചീപ്പ്, ഡ്രസ്സ്, പിന്നെ പണ്ടത്തെ അമ്പും വില്ലും അങ്ങനെ എല്ലാം നമ്മൾ കാഴ്ചയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. നിങ്ങൾക്കും ഒന്ന് കാണിച്ചു തരാൻ എന്ന് വിചാരിച്ചു. ഞങ്ങൾ അതെല്ലാം കണ്ട് വൈകുന്നേരം 3:30ക്ക് പോയതാണ്. ഒരുപാട് ദൂരമൊക്കെ നടന്ന് പിന്നെ അമ്പലത്തിൻ്റെ അവിടെ എത്തി. അതൊക്കെ കണ്ട് ഞാൻ തിരിച്ച് പുറത്തിറങ്ങിയപ്പോഴേക്ക് തന്നെ രാത്രിയായിരുന്നു കേട്ടോ. 7 മണിയൊക്കെ ആയി. പിന്നെ ഞായറാഴ്ച ദിവസമാണ് ഞങ്ങൾ പോയത്. അന്ന് ഭയങ്കര തിരക്കായിരുന്നു. ഇത് കട്ടിംഗ് ബോർഡൊക്കെയാണ് കേട്ടോ. പിന്നെ ഈ ചിരട്ട കൊണ്ട് തന്നെ ഒരു കിണർ പോലെ ഒരു സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നും റേറ്റ് ഞാൻ ചോദിച്ചതേ ഇല്ല. കണ്ടാൽ തന്നെ അറിയാം അതിനൊക്കെ ഒരുപാട് റേറ്റ് ആയിരിക്കുന്നു. നല്ല വില പിടിച്ച ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. മരം കൊണ്ടുണ്ടാക്കിയതും ചിരട്ട കൊണ്ടുണ്ടാക്കിയതും എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ബെഡ്ഷീറ്റ് 2 500 രൂപ ആ റേറ്റൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ നമ്മളെ ചീനച്ചട്ടികൾ, ഇരുമ്പിൻ്റെ ചീനച്ചട്ടി, പിന്നെ ചെടികൾ, പിന്നെ മണ്ണിൻ്റെ കലം, ഡ്രസ്സുകൾ, എല്ലാ സാധനങ്ങളും, സോഫയുടെ കവറുകൾ, പിന്നെ രാമച്ചത്തിൻ്റെ മേല് തേക്കുന്ന സാധനങ്ങൾ എല്ലാം കിട്ടും കേട്ടോ. നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ കിണർ പോലെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. ഇത് ചിരട്ടയിലൊക്കെ ഫിനിഷിങ് ചെയ്ത് ഉണ്ടാക്കി വെച്ചതാണ്. അതിൻ്റേതായ റേറ്റും ഉണ്ട്. അതൊന്നും ഞാൻ ചോദിച്ചില്ല. എന്ത് വില വരുമെന്നൊന്നും ചോദിച്ചില്ല. അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കിടന്ന് പോവണമെച്ചാൽ തന്നെ എന്തൊരു തിരക്കാണ് എന്നറിയില്ല. ഭയങ്കര തിരക്കാണ്. അവിടെ പെറ്റ് ഷോ ഉണ്ട്. അവിടെ മാത്രം 50 രൂപയ്ക്ക് ടോക്കൺ എടുക്കുക. ബാക്കി എല്ലാ സ്ഥലവും നമുക്ക് ഫ്രീ ആയിട്ട് കാണാം. പിന്നെ അങ്ങനത്തെ മുറങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സാധനങ്ങളും കിട്ടും. അങ്ങനെ അതൊക്കെ ഞങ്ങൾ ഒന്ന് ചുറ്റി നടന്ന് കണ്ടതാണ്. അപ്പോൾ അത് നിങ്ങളെ കൂടി കാണിക്കാം എന്ന് വിചാരിച്ചു. ഫുഡിൻ്റെ എല്ലാ സംസ്ഥാനത്തു നിന്നുള്ള ഫുഡും ഉണ്ട്. ഇത് നമ്മൾ ഗ്യാരണ്ടി ആയിട്ടിട്ടുന്ന ആഭരണങ്ങളാണ്. അതുകൊണ്ട് ഇതാണ് അമ്പും വില്ലുമൊക്കെ. എല്ലാ സാധനങ്ങളും നന്നായിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ലൊരു അനുഭവം തന്നെയാണ്. നമ്മൾ തൃശ്ശൂർ എക്സിബിഷൻ കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവിടെയാണിത് കണ്ടത്. പുറത്തിറങ്ങിയപ്പോഴേക്കും രാത്രി ഇത്രയും ലൈറ്റൊക്കെ ഇട്ടിരുന്നു. ഞങ്ങൾ 3 മണിക്ക് അതിൻ്റെ ഉള്ളിൽ ലൈൻ നിന്ന് കടന്നതാണ്. പുറത്തിറങ്ങിയപ്പോഴേക്കും 7 മണിയൊക്കെ ആയി. ഞായറാഴ്ച ദിവസം ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ ചെന്നന്ന് റിമി ടോമിയാണ് കേട്ടോ വന്നിരുന്നത്. പിന്നെ പുറത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. യന്ത്രം ഒഴിഞ്ഞാൽ അങ്ങനെ എല്ലാതും
കുട്ടികൾക്കും കളിക്കാനുള്ളതെല്ലാം ഉണ്ട്. അവിടെയൊക്കെ ഒന്ന് നടന്ന് കണ്ടു. നല്ല ഭംഗിയായിട്ടുണ്ട്. 11 ദിവസം ഉണ്ട് കേട്ടോ. മേള 2-ാം തീയതി തുടങ്ങി 11-ാം തീയതി വരെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ.